ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 1 രാജാക്കന്മാർ 10-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. ശലോമോൻ്റെ ജ്ഞാനമറിഞ്ഞ് ശലോമോനെ പരീക്ഷിക്കാൻ വേണ്ടി ശേബ രാജ്ഞി ശലോമോൻ്റെ അടുത്ത് വരുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. തെക്കേ അറേബ്യയിലെ രാജ്ഞിയാണ് ശേബ രാജ്ഞി എന്ന് പറയുന്നത്. അക്കടങ്കത പറയാനുള്ള സാമർഥ്യമാണ് ജ്ഞാനം അഥവാ ബുദ്ധികൂർമ്മതയെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ കുറേ കടങ്കഥകളുമായി വന്ന് ശലോമോൻ്റെ ജ്ഞാനത്തെ പരീക്ഷിക്കുവാൻ ശേബ രാജ്ഞി ഇവിടെ ഒരുങ്ങുകയാണ്. അങ്ങനെ ശലോമോൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ഒരു ഭരണാധികാരിയുടെ കഴിവെന്ന് പറയുന്നത് ഭരിക്കാനുള്ള കഴിവിനേക്കാൾ ഉപരി ബുദ്ധികൂർമ്മതയോടെ, അതായത് ശരിയും തെറ്റും വിവേചിച്ചറിഞ്ഞ് ജനത്തെ ശുശ്രൂഷിക്കുവാനുള്ള അധികാരമാണ്, ആ ശക്തിക്കാണ് വാസ്തവത്തിൽ യഥാർത്ഥ ശക്തി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. തെറ്റും ശരിയും വിവേചിച്ചറിയാനുള്ള കഴിവ് ശലോമോൻ ദൈവത്തോട് ചോദിച്ചതാണ്. അതിനുള്ള ജ്ഞാനമാണ് ദൈവം ശലോമോന് കൊടുത്തിരിക്കുന്നത്. ശലോമോൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശേബ രാജ്ഞി ചോദിച്ചതിനൊക്കെ അദ്ദേഹം മറുപടി പറയുകയും അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ കേട്ടറിഞ്ഞതിനേക്കാൾ വലുതാണ് ശലോമോൻ്റെ ജ്ഞാനമെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് ധാരാളം സ്വർണങ്ങളും സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു. ശേബ രാജ്ഞി കൊടുത്തത്രയും സുഗന്ധദ്രവ്യം ജീവിതത്തിൽ ഒരിക്കലും ശലോമോൻ ആരും കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ വായിക്കുന്നു. അത്രമാത്രം വലിയ ഒരു സുഗന്ധദ്രവ്യങ്ങളുടെ വലിയ ഒരു കളക്ഷൻ അദ്ദേഹത്തിന് ശേബ രാജ്ഞി അവിടെ കൊടുത്ത സന്തോഷം അവിടെ പങ്കുവയ്ക്കുകയാണ്. 9-ാം വാക്യത്തിൽ വായിക്കുന്നു, അങ്ങയുടെ ദൈവം അങ്ങയെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത്രമാത്രം ജ്ഞാനവും വിവേകവും ഒരു വ്യക്തിക്കുണ്ടാകണമെങ്കിൽ ദൈവകൃപയല്ലാതെ ഒരിക്കലും സാധ്യമല്ല എന്ന് രാജ്ഞിക്ക് അവിടെ മനസ്സിലായതുകൊണ്ടാണ് ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞത്. ലോകത്തെ ഏറ്റവും ശുദ്ധവും വിലപിടിപ്പുമുള്ളതായ തങ്കമാണ് ഓഫീർ തങ്കം എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാജ്ഞി അതൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വിലപിടിപ്പുള്ള ചന്ദനം കൊണ്ടുവന്ന് രാജാവ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെയും ദേവാലയത്തിലെയും പ്രധാന സ്ഥലങ്ങളൊക്കെ ചന്ദനം കൊണ്ട് പൊതിഞ്ഞു. അതുപോലെയുള്ള ചന്ദനം ഇന്ന് ആർക്കും ലഭ്യമല്ല. അത്രമാത്രം സുഗന്ധമുള്ള നല്ല ചന്ദനം എല്ലായിടത്തു നിന്നും കൊണ്ടുവന്ന് അത്രമാത്രം രാജകീയമായി അദ്ദേഹം ജീവിക്കുകയാണ്. അദ്ദേഹം ഒരു സിംഹാസനം പണിതു. അതിൽ കാളയുടെയും സിംഹത്തിൻ്റെയും ഒക്കെ തലകളുണ്ടായിരുന്നു. സിംഹ ആസനം എന്ന് പറയുന്നത്, സിംഹമാണല്ലോ രാജാവ്, മൃഗങ്ങളുടെ രാജാവായിട്ട് അറിയപ്പെടുന്നത് സിംഹമാണ്. ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് സിംഹത്തിൻ്റെ തലയൊക്കെ വെച്ച് അപ്രകാരമുള്ള ഒരു വലിയ സിംഹാസനം അദ്ദേഹം ഉണ്ടാവുകയും സ്വർണം കൊണ്ട് പൊതിയുകയും തൻ്റെ പാനപാത്രങ്ങളും തൻ്റെ കൊട്ടാരത്തിലുള്ള സകല വസ്തുക്കളും സ്വർണ്ണങ്ങൾ കൊണ്ട് അദ്ദേഹം പൊതിഞ്ഞുവെന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. 22-ാം വാക്യത്തേക്ക് വരുമ്പോൾ തർശീശിലെ കപ്പലുകൾ, ഐരുകൾ കൊണ്ടുപോകുന്ന കപ്പലുകൾക്കാണ് തർശീശിലെ കപ്പലുകളെന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ആനകൾ, കുരങ്ങുകൾ ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെയാണ് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് കേരളവുമായി. അദ്ദേഹത്തിന് കപ്പലുകൾ ഉണ്ടായിരുന്നു. അന്നത്തെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വാഹന സൗകര്യം വെള്ളത്തിലൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനോഹരമായ വലിയ കപ്പലുകൾ ഉണ്ടാവുകയും കപ്പലുകൾ കൊണ്ട് വന്ന് കേരള തീരത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ ഇതൊക്കെ ആയിട്ട് അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്രമാത്രം ദൈവത്താൽ അങ്ങനെ സമ്പത്തിലും ജ്ഞാനത്തിലും എല്ലാ കാര്യങ്ങളിലും കൂർമ്മബുദ്ധിയും വിവേകവും ഉള്ളവനായി ശലോമോൻ മാറാൻ കാരണം ദൈവം കൊടുത്തതായ വലിയ നൽവരമാണ്, അനുഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ ദേശത്ത് വെള്ളി കല്ലുപോലെ സുലഭമായി ലഭിച്ചുവെന്നാണ്. നമ്മുടെ ഒരു പ്രദേശത്ത് കല്ലുകൾ എത്രമാത്രമുണ്ടോ അത്രമാത്രം വെള്ളികൾ ആ കാലങ്ങളിൽ വെള്ളിക്ക് വലിയ വിലയില്ലായിരുന്നു എന്ന് പ്രത്യേകം രേഖപ്പെടുത്തുന്നു. ലോക ചരിത്രത്തിലെ
ഏറ്റവും വലിയ ഒരു വ്യാപാരി കൂടിയായിരുന്നു ആ കാലത്ത് സോളമൻ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവം ഒരു മനുഷ്യനിൽ പ്രീതിപ്പെട്ടാൽ എത്രമാത്രം അവൻ അനുഗ്രഹിക്കപ്പെടും. ഭൗതികമായും ജ്ഞാനപരമായും ആത്മീയമായും അദ്ദേഹം എല്ലാ വർഷവും ദൈവത്തിൽ സന്നിധിയിൽ യാഗമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇനിയും നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പിന്മാറ്റം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. കാരണം ഒരുപാട് സമ്പത്തുകളൊക്കെ കൂടുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ഒരു പൈശാചിക പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കൊക്കെ വിധേയമാകും. എന്തായിരുന്നാലും ഇപ്പോൾ ശേബാരാജ്ഞിയുടെ ആ നിരീക്ഷണത്തിൽ ശലോമോനെ പോലെ ജ്ഞാനിയും വിവേകിയുമായൊരു രാജാവ് ഈ ഭൂമിയിലില്ല. അത്രമാത്രം അദ്ദേഹം അനുഗ്രഹിക്കപ്പെടുന്നു. നമ്മുടെ ഈ ജീവിതത്തിൽ ദൈവത്തിന് അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത് ഭൗതികമായ നേട്ടങ്ങളല്ല, ആത്മീയമായ ആന്തരികമായ വിശുദ്ധി, തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള വിവേകം, ഇതൊക്കെ നമുക്ക് ലഭിക്കാൻ ദൈവമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.